പ്രിയമുള്ള സത്യവിശ്വാസികളെ, മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീർ റാസി മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വേണ്ട ഗുണഗണങ്ങളെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. യംബഗി ലിഅഹ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് അൻ യഹ്സുദു അർബഅത അശ്യാ. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേവലം നാവുകൊണ്ട് പറയില്ല, അത് ഹൃദയം കൊണ്ട് ഉൾക്കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടാകേണ്ട 4 ഗുണങ്ങളെ പറ്റിയിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീർ റാസി വിശദീകരിക്കുന്നുണ്ട്. ഹത്താ യകൂനു മിൻ അഹ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ 4 കാര്യങ്ങളില്ലെങ്കിൽ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളല്ല എന്നാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഒന്നാമത് അത്തസ്ദീഖ്, സത്യം ആണെന്ന് ഉറച്ചു വിശ്വസിക്കുക. രണ്ടാമത് വത്തഅലീം, ബഹുമാനം, അല്ലാഹു തആല ആദരിച്ച കാര്യങ്ങളോടുള്ള ബഹുമാനം. മൂന്നാമത് വൽ ഹലാവ, ഈമാനിന്റെ മാധുര്യം. നാലാമത് വൽ ഹുരിയ, സ്വത്വബോധം, സ്വതന്ത്രബോധം. ഇങ്ങനെ ഈ 4 കാര്യങ്ങളെ പറ്റിയിട്ട് മഹാനവറുകൾ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, ഫമൻ ലൈസ ലഹു അത്തസ്ദീഖു ഫഹുവ മുനാഫിഖുൻ. സത്യസന്ധത ഇല്ലാത്തയാള് മുനാഫിക്കാണ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു, പക്ഷെ തസ്ദീഖ് അവനില്ല, സത്യം അവൻ അംഗീകരിക്കുന്നില്ല, വെറും പറച്ചിലുള്ളൂ, മുസ്ലിമാണെന്ന് പറയും. ഇന്ന് എക്സ് മുസ്ലിമീങ്ങളുടെ കാലഘട്ടമാണ്. പല ആളുകളും നമ്മുടെ കൂട്ടത്തിൽ വന്ന് നിസ്കരിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാവില്ല. മുസ്ലിം എന്ന നാമകരണം മാത്രമേ ഉണ്ടാവുള്ളൂ, വിശ്വാസമില്ല. അങ്ങനത്തെ ഒരുപാട് ആളുകള് അധികരിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അവരെ മുസ്ലിം എന്ന് അംഗീകരിക്കാൻ പറ്റില്ല, ഈമാനിന്റെ മധുരം അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പൊ തസ്ദീഖ് ഇല്ലാത്തയാള് അവൻ വമൻ ലൈസ ലഹു അത്തസ്ദീഖു വഹുവ മുനാഫിഖുൻ, അവൻ കപട വിശ്വാസിയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة إن الذين قالوا ربنا الله. അല്ലാഹു അവൻ റബ്ബാണെന്ന് അംഗീകരിച്ചു. സുമ്മസ്തഖാമു, എന്നിട്ടോ അത് പറയുക മാത്രമല്ല, അവര് ഇസ്തിഖാമത്തുള്ളവരായിരുന്നു, ഹൃദയത്തിന്റെ ഉള്ളിൽ അത് ഉൾക്കൊണ്ട ആളുകളായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ മരിക്കുന്ന സമയത്ത് വബിശിറൂബിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലാണെന്ന് മലക്കുകൾ വന്ന് പറയുമെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ ആ ഇസ്തിഖാമത്ത് ഉണ്ടാവണം. അതില്ലെങ്കിലോ, ഇല്ലാത്തയാള്, തസ്ദീഖ് ഇല്ലാത്തയാള് ഫഹുവ മുനാഫിഖുൻ, അവൻ കപട വിശ്വാസിയാണ്, അവരുടെ വിശ്വാസം കപടമാണ്. രണ്ടാമത് മഹാനവറുകൾ പറയാണ്, വമൻ ലൈസ ലഹു ഫഹുവ മുബ്തദിഉൻ. അതുപോലെ തന്നെ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വമൻ ലൈസ ലഹു തഅലീമുൻ, അവന് തഅലീമില്ല, ബഹുമാനമില്ല. അല്ലാഹു ആദരിച്ച ഒന്നിനോട് അവന് ബഹുമാനമില്ല, പള്ളിയോട് ബഹുമാനമില്ല, ആദരവില്ല, ഖുർആനിനോട് അവൻ ആദരവില്ല, കഅബയോട് അവൻ ആദരവില്ല, ഇസ്ലാമിന്റെ ഒരു ഷിയാറിനോടും അവൻ ആദരവില്ല. വമൻ യുഅമ്മിൻ ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്. അല്ലാഹു ആദരിച്ച അവന്റെ അടയാളങ്ങളെ, ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നത് ഹൃദയത്തിന്റെ തഖ്വയിൽപ്പെട്ടവനാണ്. അപ്പൊ അതില്ലാത്തയാള്, ആദരവില്ലാത്തയാളാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഫഹുവ മുബ്തദിഉൻ, അവൻ മുബ്തദിയാണ്, ബിദ്അത്തുകാരനാണ് എന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്. അതുപോലെ വമൻ ലൈസ ലഹു വൽ ഹലാവ, അവന് ഹലാവത്തില്ല,
മുസ്ലിമാണെന്നവൻ പറയുന്നു, നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, സകാത്ത് കൊടുക്കുന്നു, സൽപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവന്റെ ഹൃദയത്തിൽ അവൻ ഉൾക്കൊണ്ടിട്ടില്ല. അവന് നമസ്കാരത്തിന്റെ മാധുര്യം ലഭിക്കുന്നില്ല, നോമ്പിന്റെ ലദ്ദത്ത് അവന് ലഭിക്കുന്നില്ല. അവൻ ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ ഖുർആൻ ഓതുന്നതിന്റെ ആ മാധുര്യം അവന് ലഭിക്കുന്നില്ല എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം മഹാനവറുകൾ പറയുകയാണ്, അവനോ കേവലം വിശ്വാസമുണ്ടെന്ന് മാത്രം പറയുന്നു, പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ യഥാർത്ഥ വിശ്വാസിയില്ല. അവനെ സംബന്ധിച്ചിടത്തോളം വഴിപിഴച്ചവനാണ്. അതുപോലെ തന്നെ അതുപോലെ ഹുരിയത്തില്ല, സ്വതന്ത്ര ചിന്തയില്ല, പിശാചിന്റെ ഒപ്പം അവൻ സഞ്ചരിക്കുന്നവനാണ്. അതുപോലെ തന്നെ സ്വന്തമായി സ്വത്വബോധമില്ലാത്തവനാണ്. മറ്റുള്ളവർക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നിലപാടുകൾ ഇങ്ങനെ പല സമയങ്ങളിലും മാറുന്നവനാണെങ്കിൽ മഹാനവറുകൾ പറയുകയാണ്, അവൻ തെമ്മാടിയാണ്. പറയാണ്, നിലപാടില്ലാത്ത ഒരു വ്യക്തി ഇസ്ലാമാണെന്ന് പറയുന്നു, പക്ഷേ ആ ഇസ്ലാം അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളോ അതുപോലെ അവന്റെ ഹൃദയത്തിലോ അവൻ ഉൾക്കൊണ്ടിട്ടില്ല. അപ്പോൾ അവൻ പിശാചിന് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവനാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ തെമ്മാടിയാണെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രിയപ്പെട്ടവർ, ഇതിൽ ഒന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തസ്ദീഖ് എന്ന് പറയുന്നത്. അഥവാ വിശ്വാസം ഖൽബിന്റെ ഉള്ളിലേക്ക് അങ്ങ് വരണം. അതിനെ പറ്റിയിട്ട് മഹാന്മാരായ ഇമാമിയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹും റസൂൽ എന്ത് പറഞ്ഞോ അത് അവന്റെ യുക്തിക്ക് നിരക്കാതെ ഇരിക്കുന്നതായിരിക്കും, പക്ഷേ അവൻ അത് ഉൾക്കൊള്ളും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യം കൊണ്ട് വിശ്വസിക്കുന്നയാളാണ്. പിന്നെയാണ് നിസ്കാരത്തെ പറ്റി പറഞ്ഞത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് രേഖപ്പെടുത്തുന്ന ഒരു സംഭവം സഹീഹ് ബുഖാരിയിൽ കാണാവുന്നതാണ്. ഒരു മനുഷ്യൻ, അയാൾ ആടിനെ മേയ്ക്കുന്നയാളായിരുന്നു. അങ്ങനെ ആട് മേയ്ച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അയാൾ ഒരു കാഴ്ച കാണുകയാണ്. തന്റെ കൂട്ടത്തിലുള്ള താൻ മേച്ചുകൊണ്ടിരിക്കുന്ന ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ ഒരു നായ കൊണ്ടുപോവുകയാണ്. കടിച്ചെടുത്തുകൊണ്ട് കൊണ്ടുപോകുന്ന സമയത്ത് അയാള് ആ നായയിൽ നിന്നുകൊണ്ട് തന്റെ മൃഗത്തെ, തന്റെ ആടിനെ ബലമായിട്ട് പിടിക്കുന്ന സമയത്ത് ഈ ആട് പറയുകയാണ്, ഈ നായ പറയുകയാണ്, നിങ്ങൾ എന്ത് പണിയാ കാണിക്കുന്നത്? നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. എന്റെ റിസ്ക്, എന്റെ ഭക്ഷണമാണിത്. അത് എന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ തട്ടിപ്പറിച്ചു കൊണ്ടുപോവുകയാണോ? എനിക്ക് അവകാശപ്പെട്ട ഈ ആടിനെ നിങ്ങൾ എന്തിനാണ് എടുക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം അത്ഭുത പരതന്ത്രനായിട്ട് അദ്ദേഹം പറയണ, ഒരു നായ സംസാരിക്കുകയോ? മനുഷ്യനോടൊരു നായ സംസാരിക്കുകയോ? അത്ഭുതപ്പെട്ടുകൊണ്ട് ഇയാൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ألا أخبرك بأعجب من ذلك محمد صلى الله عليه وسلم بيثرب يخبر الناس بأنباء ما قد سبق. നിങ്ങൾ ഞാൻ സംസാരിക്കുന്നത് അത്ഭുതപ്പെടാണോ? എന്നാൽ ഇതിനേക്കാളും വലിയൊരു അത്ഭുതമുണ്ട്. കാരണം മദീനയിൽ യസ്രിബിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടുണ്ട്. അദ്ദേഹം നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് പറയുന്നു, നടന്ന കാര്യങ്ങളെ പറ്റി, കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെ, ഗതകാല സംഭവങ്ങളെ പറ്റി അദ്ദേഹം പറയുന്നു. ഞാൻ ഈ സംസാരിക്കുന്നതിനേക്കാളും അത്ഭുതം അതാണെന്ന് പറയുന്ന സമയത്ത് ഇദ്ദേഹം, ഈ ആട്ടിടയനായ മനുഷ്യൻ, നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ സൗരഭ്യ സുഗന്ധികളായ വിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരത്തിന്റെ വാതായനങ്ങളിൽ നിന്ന് നിർഗണിക്കുന്ന വിജ്ഞാനത്തിന്റെ മധു നുകരാൻ വേണ്ടിയിട്ട് ഹബീബ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇരിക്കുന്ന സഹാബത്തിനോട് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഈ ആടിനെ മേയ്ക്കുന്ന ഈ മനുഷ്യൻ അദ്ദേഹം വന്നുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇങ്ങനെ ഒരു അത്ഭുത സംഭവം ഉണ്ടായി. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, സ്വദഖ,
ആ നായ പറഞ്ഞത് സത്യമാണ്. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, ഈ മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. ലാ തഖൂമു സഅതു ഹത്താ തുകല്ലിമു സിബാഉൽ ഇൻസ വയുകല്ലിമു റജുല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൃഗങ്ങൾ മനുഷ്യരോട് സംസാരിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ലോകം അവസാനിക്കില്ല. ലാ തഖൂമു സഅ, ലോകം അവസാനം ഉണ്ടാവില്ല. മൃഗങ്ങൾ മനുഷ്യരോട് സംസാരിക്കുന്ന കാലഘട്ടം വരാതെ. എന്റെ വക പറയുന്നതല്ല. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി. മുസ്ലിം ലോകത്ത് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരിയും, അത് കഴിഞ്ഞാൽ പിന്നെ സഹീഹ് മുസ്ലിം. ഇതിലൊക്കെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാവുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലോകാവസാനം വരുന്നതിന് മുമ്പായിട്ട് മനുഷ്യരോട് മൃഗങ്ങൾ സംസാരിക്കും. അതുപോലെ നബി തങ്ങൾ പറയുകയാണ്, വയുകല്ലിമു റജുല അദബതു സൗതിഹി, അവന്റെ ചാട്ടവാറിന്റെ ആ പിടി മനുഷ്യരോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ടെക്നോളജിയുടെ പുതുയുഗത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഇതൊന്നും പ്രശ്നമില്ല. പക്ഷേ ടെക്നോളജി എന്താണെന്ന് പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ, ഇൻഫർമേഷൻ ടെക്നോളജി വന്നിട്ടില്ല, ഒരു വിധത്തിലുള്ള വികസനവും വരാത്ത ഒരു കാലഘട്ടത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഇരുമ്പുകൾ സംസാരിക്കുന്നു, മൊബൈൽ ഫോൺ സംസാരിക്കുന്നു. എന്നാൽ ഒരു 50 വർഷം മുമ്പുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ കഴിയാത്ത ഒരു കാലഘട്ടമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അന്നത്തെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പാടത്തുകൂടി നടന്നു പോകുന്ന ഒരാൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് കണ്ടാൽ അവന് ഭ്രാന്താണെന്ന് പറയുമായിരുന്നു. ഇന്നതൊക്കെ മാറി. ബ്ലൂടൂത്തിന്റെ കാലഘട്ടമാണ്. ചിലപ്പോ കയ്യിൽ ഫോണോ ഒന്നും കാണില്ല, ഇങ്ങനെ സംസാരിച്ചു പോകുന്നുണ്ടാകും. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വശിറാഖു നഅലിഹി, അതുപോലെ ചെരുപ്പിന്റെ വാറ് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് വയുഖ്ബിറു. അതുപോലെ നബി തങ്ങൾ പറയാണ്, വയുഖ്ബിറു ഫഹിദുമാ അഹദത അഹ്ലുഹു ബഅദഹു, ഒരാൾ തന്റെ വീട്ടിൽ നിന്നുകൊണ്ട് പോകുന്ന സമയത്ത് വീട്ടിൽ സംഭവിച്ചു പോയ കാര്യങ്ങളെ പറ്റി അയാൾ വീട്ടിൽ തിരിച്ചു വരുമ്പോൾ അയാൾക്കറിയാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, CCTV ക്യാമറകൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകാവസാനത്തെ പറ്റിയിട്ട് മുമ്പായി വരുന്ന സംഭവങ്ങളെ പറ്റിയിട്ട് പ്രവചിക്കുകയാണ്. അപ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ അത് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. അതാണ് തസ്ദീഖ് എന്ന് പറയുന്നത്. മഹാന്മാരായ സഹാബത്തുൽ കിറാം ഇത് ഉൾക്കൊണ്ടവരായിരുന്നു. മഹാനായ സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അൽ ബിദായത്തു വൻ നിഹായ രേഖപ്പെടുത്തുന്നതായി കാണാം. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സമുദ്രത്തിന്റെ മുകളിലൂടെ നടക്കുമായിരുന്നു. ഖുർആൻ പറയുന്നുണ്ട്, വഉബരിഉൽ അക്മഹ വൽ അബ്റസ വഉഹിൽ മൗതാ ബിഇദ്നില്ലാഹ്, മരിച്ചുപോയ ആളുകൾക്ക് ജീവൻ കൊടുക്കുമായിരുന്നു ഈസാ നബി അലൈഹിസ്സലാം. ബിഇദ്നില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് നീ എഴുന്നേറ്റ് വരുവീൻ എന്ന് പറയുമ്പോൾ മരിച്ച ആളുകൾ എഴുന്നേറ്റ് വരുമായിരുന്നു ഖുർആനാണ് പറയുന്നത്. ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ സംഭവങ്ങൾ കാണാൻ കഴിയും. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സമുദ്രത്തിന്റെ മുകളിലൂടെ നടക്കുമായിരുന്നു. അപ്പോ ഹവാരികളായ അവിടുത്തെ കൂട്ടുകാരായ ആളുകൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒപ്പം കൂടുകയാണ്. എന്നിട്ട് അവര് പറയുന്നു, ഞങ്ങൾക്കും ഇതുപോലെ നടക്കണം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ കൂടെ കൂട്ടുകയാണ്. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒപ്പം അവരിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ സമയത്ത് ആർത്തലച്ചുരച്ചാന്നടിക്കുന്ന തിരമാലകൾക്ക് നടുവിലൂടെ പോയ സമയത്ത് ശക്തമായ ഒരു തിരമാല അവരുടെ അടുക്കലേക്ക് വരികയാണ്. ആ സമയത്ത് അവർ പേടിച്ചു പോകുകയാണ്.
പേടിച്ചു പോകുമ്പോ അവര് മുങ്ങിപ്പോകുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൈപിടിച്ചുകൊണ്ട് കരക്കിലേക്ക് കൊണ്ടുവരികയാണ്. ഫഖാല ലഹും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മാ ലക്കും. ഈസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പറ്റിയത്? അവര് പറഞ്ഞു, ഫഖാലു ഹിഫ്നൽ മൗജ, ഞങ്ങള് തിരമാല കണ്ടപ്പോൾ പേടിച്ചു പോയി. ഈസാ നബി അലൈഹി സ്വലാം പറയുന്നു, ഖാല അലാ ഖിഫ്തും റബ്ബൽ മൗജ്, നിങ്ങൾ തിരമാലയല്ല പേടിക്കേണ്ടത്, ആ തിരമാലയെ പടച്ച സർവാധിനാഥനായ സർവലോക സംരക്ഷിതനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ടല്ലോ, ആ റബ്ബിനെയാണ് നിങ്ങൾ ഭയക്കേണ്ടത്. നിങ്ങൾ ആദ്യം വിശ്വസിച്ചു, എല്ലാം ഓക്കെയായി, അങ്ങനെ എന്നോടൊപ്പം ആ തിരമാലകൾക്ക് മുകളിലൂടെ സഞ്ചരിച്ചു, നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ തിരമാല വന്നപ്പോ നിങ്ങൾ റബ്ബിനെയല്ല പേടിച്ചത്, ആ തിരയാണ് പേടിച്ചത്, അതുകൊണ്ടാണ് നിങ്ങൾ മുങ്ങിപ്പോയതെന്ന് ഈസാ നബി അലൈഹിസ്സലാം അവരോട് പറയുകയാണ്. എന്നിട്ട് അവരുടെ കൈപിടിച്ചു കരക്കലേക്ക് കൊണ്ടുവന്നു. എന്നിട്ടോ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് മണ്ണ് ഇങ്ങനെ വാരിയെടുക്കുകയാണ്. മണ്ണ് വാരിയെടുത്തു. നോക്കുന്ന സമയത്ത് കയ്യിൽ നിറയെ സ്വർണമാണ്. രണ്ടാമത്തെ കയ്യിൽ രണ്ടാമത്തെ കൈ നോക്കുമ്പോൾ കല്ലും ചരലും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അനുയായികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ദഹബ്, സ്വർണമാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. എനിക്കിത് രണ്ടും കണക്കാണ്, രണ്ടും ഒരുപോലെയാണ്. മണ്ണ് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, സ്വർണവും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. എനിക്ക് ഒന്നിനോടും പ്രത്യേകമായ താല്പര്യങ്ങളില്ല. എനിക്ക് എന്റെ റബ്ബിന്റെ നിലയാണ്, എന്റെ റബ്ബിന്റെ പൊരുത്തം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് തസ്ദീഖ് എന്ന് പറയുന്നത്. ഈമാൻ നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, മുസ്ലിമാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഖൽബിന്റെ ഉള്ളിൽ വേണം. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വലൗ കാന മുജറദുൽ ഇഅ്തിഖാദു തസ്ദീഖു ഈമാനാ. യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറയുന്നത് കേവലം നാവ് കൊണ്ട് പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും സത്യം അംഗീകരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നെങ്കിൽ ഇബ്ലീസ് ഏറ്റവും ഈമാനുള്ളയാളാവുമായിരുന്നു, മക്കാ മുശ്രിക്കീങ്ങൾ ഏറ്റവും ഈമാനുള്ളവരാകുമായിരുന്നു. എന്നാൽ അവരൊക്കെ സത്യം അംഗീകരിച്ചു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. പക്ഷേ അത് അംഗീകരിച്ചില്ല. അവര് നാവ് കൊണ്ട് പറഞ്ഞില്ല, അവരുടെ സത്യമാണെന്ന് ഉറപ്പായിട്ടും അത് അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ തസ്ദീഖ് എന്ന് പറയുന്നത് യഖീനായ ഈമാൻ വേണം. വെറുതെ നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മുസ്ലിമീങ്ങളായ ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് പേരുകൊണ്ട് മുസ്ലിമീങ്ങളാണ്, പക്ഷേ ത്യാഗം ചെയ്യാൻ തയ്യാറല്ല. ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലേക്ക് ഈമാൻ ഇറങ്ങിയിട്ടില്ല. വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വലൗ അന്നാ കതബനാ അലൈഹിം അൻ ഖുതുലു അൻഫുസകും അവ ഖുറൂജു മിൻ ദിയാരികും മാ ഫഅലൂഹു ഇല്ലാ ഖലീലൻ മിൻഹും വലൗ അന്നഹും ഫഅലൂ ما يوعظون به لكان خيرا لهم واشد تثبيتا. അവരോട് സ്വന്തം ശരീരങ്ങളെ അല്ലാഹുവിന് വേണ്ടി ബലിയർപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം കൊല്ലാൻ വേണ്ടി അല്ലാഹുവിന്റെ മാർഗത്തിൽ അവരുടെ ശരീരങ്ങളെ സമർപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീടുകളിൽ നിന്ന് നാടുകളിൽ നിന്ന് പുറപ്പെട്ടു പോകാൻ വേണ്ടി പറഞ്ഞാൽ അവരിൽ നിന്ന് കുറച്ച് ആളുകൾ മാത്രമാണ് അത് അംഗീകരിക്കുകയുള്ളൂ, കുറച്ച് ആളുകൾ മാത്രമാണ് അത് ഉൾക്കൊള്ളുകയുള്ളൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ ഈ ആയത്ത് അവതരിച്ച സമയത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, അമ്മാർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് കൽപ്പിക്കുകയാണെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ള അനുയായികൾക്ക് അല്ലാഹു തആല ശിക്ഷ ഇറക്കി. അവര് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുക. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളോടെങ്ങാനും ഒന്ന് പറയാണെങ്കിൽ ഞങ്ങളുടെ ശരീരം
അങ്ങയുടെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഞങ്ങളുടെ ശരീരം നോക്കാതെ ഞങ്ങൾ ആത്മസമർപ്പണം നടത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് വന്നിട്ട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈമാൻ എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വരണം. നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പല ആളുകളും മുസ്ലിം എന്ന പേര് മാത്രമേ ഉള്ളൂ, ഉൾക്കൊള്ളുന്നില്ല. ഇസ്ലാമിന്റെ ആദർശങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളാത്തവരാണ് അധികം ആളുകളും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം എക്സ് മുസ്ലിമീങ്ങളുടെ വലയിൽപ്പെടാതെ, കഴിഞ്ഞ ദിവസം ഒരുത്തൻ ലണ്ടനിൽ ചെന്നു, എന്നിട്ട് കാഫിർ എന്ന പേര് എഴുതി വെച്ച ക്യാപ്പുമായിട്ട് തൊപ്പിയുമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ആശയങ്ങളെ വികലമാക്കി, ഇസ്ലാമിൽ സ്വന്തം പിതാവിന്റെ മകളെ വ്യഭിചരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് പച്ച നുണ പറയുന്നു. അത് പിടിക്കപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ധാരാളമായി നടക്കുകയാണ്. അപ്പൊ അവരുടെ പിന്നാലെ പോകാതെ യഥാർത്ഥ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട്, പരിശുദ്ധമായ ഖുർആനും സുന്നത്തും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ.